സ്കൈയില് മാത്രമല്ല ഭൂമിയിലുണ്ട് വൺ ഫയർ ആയിട്ടുള്ള രണ്ടുപേര് ചരിത്രം തിരുത്തിയ കഥ. ഹായ്, എന്റെ പേര് ഷജീർ. ഞാൻ മൂവാറ്റുപുഴ ABC സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് നടത്തുന്നതാണ്. ശരിക്കും ഒരു ദുബായിക്കാരനും ഒരു ടീച്ചറും കൂടി ചരിത്രം തിരുത്തി കുറിക്കാൻ ഇറങ്ങിയ കഥയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അതെ അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നമ്മുടെ ഒരു ബാഡ്മിന്റൺ കളിക്കുന്നതിനോടുള്ള ഒരു ക്രേസ് മൂത്തതാ. രണ്ടുപേരും അങ്ങനെയാണോ ബാഡ്മിന്റൺ? ആദ്യം സിംന പുള്ളിക്കാരി ടീച്ചറായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണ്ടി വന്നു കരിയറിൽ. അപ്പൊ ഷോപ്പിലേക്ക് ഇതുപോലെ ഇങ്ങനെ വരുത്തിയതാ. ഒരു 2016 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ബാഡ്മിന്റൺ ഫോക്കസ് ചെയ്തിട്ട് ഫുൾ സ്പോർട്സ് ഷോപ്പായിരുന്നു. അപ്പൊ ഈ കളിയോടുള്ള ക്രേസ് കാരണം ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെറിയ ചെറിയ ടൂർണമെന്റ് കളിക്കാൻ പോകലും അപ്പൊ ഇങ്ങനെ പോയി നമ്മളിങ്ങനെ ഒത്തിരി കളക്ഷൻസ് കിട്ടി. അപ്പൊ ബാഡ്മിന്റൺ നമ്മൾ സർവീസ് ഈ സ്ട്രിങ് ചെയ്ത് കൊടുക്കുന്ന സർവീസാ. ഈ സ്ട്രിങ് ചെയ്ത് കൊടുക്കല് അത് ഭയങ്കര ടാസ്ക് അല്ലേ? അത് റയർ അല്ല, പക്ഷെ അതിനകത്ത് കുറെ പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നടന്ന് അതിനുവേണ്ടി യാത്ര ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രിങ്ങിങ് പാറ്റേണിലേക്ക് പോകുന്നു. നല്ല പേരായി. അതിന്റെ പുറകെ സിനിമയുടെ വരവോടുകൂടി സോഷ്യൽ മീഡിയയിൽ നമ്മളങ്ങ് ആക്റ്റീവാണ്. സോഷ്യൽ മീഡിയ താരം. അതെ അതെ. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി തുടങ്ങിയ ഈ സ്പോർട്സ് ഷോപ്പാണ് ഈ ചരിത്രം സൃഷ്ടിക്കുന്നതിന്റെ പുറകിലുള്ള ഒരു ആണിക്കല്ല് എന്ന് നമുക്ക് പറയാം. ബാക്കി കഥ പറയാൻ ഷജീർ ഇസ് റൈറ്റ് വിത്ത് us on Time Pass. കൂടെ ഞാനാണ് നീന on Radio Mango 91.9 നാട്ടിലെങ്കം വീരധീര ശൂരൻ അന്തമൂവിയിലെ പാടൽ മച്ചേ. ശരിക്കും സ്വന്തം ചെറിയ ഇടത്ത് നിന്നിട്ട് സമൂഹത്തിൽ ഒരു മാറ്റം വരുത്തുന്നതാണ് യഥാർത്ഥ വീരധീര ശൂരൻ എന്ന് ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഇവരെ നമുക്കതിൽ പെടുത്താൻ പറ്റും. ഹായ്, എന്റെ പേര് ഷജീർ. ഞാൻ മൂവാറ്റുപുഴ ABC സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് നടത്തുന്നതാണ്. ഷജീർ ദുബായിലായിരുന്നു, ഭാര്യ സിംന ടീച്ചറായിരുന്നു. രണ്ടുപേരും കൂടി ഈ ജോലിയൊക്കെ നിർത്തിയിട്ട് നേരെ സ്പോർട്സ് ഷോപ്പില്, പ്രത്യേകിച്ച് ബാഡ്മിന്റൺ ഷോപ്പിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു. ആൻഡ് സിംന സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷനും തുടങ്ങി. പുള്ളിക്കാരി ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇപ്പൊ അത് കണ്ട ഒരു 63K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ABC സ്പോർട്സ് കേരള. നമുക്ക് ഒത്തിരി അധികം ഇതുപോലെ എൻക്വയറീസും ഇതൊക്കെ വന്ന് നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ കൂടിയതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ കുറെ ശ്രമിച്ചു തുടങ്ങി. ഏറ്റവും കുഴച്ച ഒരു ചോദ്യം എന്താണെന്ന് പറയാമോ? ഏറ്റവും കുഴച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ബാഡ്മിന്റൺ കളിക്കുമ്പോ സ്മാഷിന് ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്ന റാക്കറ്റ് ഏതാണ്? ഈ ആളുകളുടെ ഒരു ചെറിയൊരു ധാരണ എന്ന് വെച്ചാൽ ഈ റാക്കറ്റ് ഏറ്റവും പ്രൊഫഷണൽ റാക്കറ്റ് ആണെങ്കിൽ സ്മാഷിന് പവർ കിട്ടുമെന്ന് പറയുന്നത്. അതായത് ഇന്റർനാഷണൽ പ്ലേയേഴ്സ് കളിക്കുന്നത് പോലെ ആ സ്മാഷിന് പവർ കിട്ടണം അവർക്ക്. അതായത് ബാറ്റ് മേടിച്ച കളി തന്നെ വരുമെന്നല്ലേ? അതെ 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 അതെ. അപ്പൊ അങ്ങനെ നിങ്ങൾ വീണ്ടും അന്വേഷിച്ചു തുടങ്ങി ഓരോ ചോദ്യങ്ങൾ. വീണ്ടും അന്വേഷിച്ച് ഇങ്ങനെ കുറെ കമ്പനികളും ഒത്തിരി ബ്രാൻഡുകളുമായിട്ടും അതിന്റെ പിന്നിലുള്ള ടെക്നീഷ്യൻസുമായിട്ട് നമുക്ക് ഒത്തിരി കണക്ഷൻസ് വന്നു. അപ്പൊ പിന്നെ ഇതിന്റെ ഈ ഒരു ടെക്നിക്കൽ വശങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഈ സ്ട്രിങ്ങിന്റെ പാറ്റേണുകളൊക്കെ മാറ്റി അതിൽ നല്ല ഒരു സക്സസ് ആയി നമ്മള്. ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പനികളുടെ സപ്പോർട്ടും വന്നു. കടയിൽ ഷോപ്പിൽ ഇപ്പൊ ഈ ബാഡ്മിന്റൺ ബ്രാൻഡിന്റെ 18ഓളം ബ്രാൻഡുകൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ കണക്ഷൻസും കോൺടാക്ട്സും വെച്ചിട്ട് കേരളത്തിൽ ഒരു ബാഡ്മിന്റൺ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഷജീറും ഭാര്യ സിംനയും. ആ പാഷന്റെ കഥയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഓൺ ടൈം പാസ്. ഇവിടെ ഞാനാണ് നീന, റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്കം പാട്ടായി. ഈ മുഖംമൂടികളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് നാടിന് വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയ ഒരു കപ്പിളിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പടി കൂടി വെക്കാൻ തീരുമാനിച്ചത്. അതെ, പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ബാഡ്മിന്റന്റെ ഒരു ജനറേഷൻ ഗ്യാപ്പ് കുറെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു എബോവ് 30ലാണ് കൂടുതൽ ആളുകൾ സ്ഥിരമായി കളിക്കുന്നത്. അതിന്റെ താഴെയുള്ള കുട്ടികളൊക്കെ ഇതിനകത്തുനിന്ന് ഈ ഫീൽഡിൽ നിന്നൊക്കെ വിട്ട് നല്ലൊരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്തേ. അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ടൂർണമെന്റ് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ആര് ടൂർണമെന്റ് വെച്ചാൽ നമ്മള് നമ്മുടേതായ രീതിയിലുള്ള സപ്പോർട്ടുകളും ടീമിനെ കൊടുക്കുക, അങ്ങനെയുള്ള ഇതൊന്ന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ തിരക്കിനിടയിൽ നമുക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ ടൂർണമെന്റിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റാതെ. അങ്ങനെ ടൈമിലാണ് നമ്മുടെ കസ്റ്റമർ ആയിട്ട് തന്നെ വന്ന് നമ്മളായിട്ട് നല്ല റിലേഷൻസ് ആയ കുറെ പേരുണ്ട്. ഈ IT ഫീൽഡ്, മെഡിക്കൽ ഫീൽഡിലൊക്കെ നല്ല പൊസിഷനിൽ ഇരിക്കുന്നവർ. അതായത് രതീഷ് ഏട്ടൻ, രാഹുല്, ഗോകുല്, ജിതിൻ, അങ്ങനെ സാജു എന്നൊക്കെ പറഞ്ഞ കുറെ പേരുണ്ട്. അവരൊക്കെ ആളുകൾ. അതായത് ശരിക്കും നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ ഇത് പ്രാന്തായിട്ട് നടക്കൂലേ ബാഡ്മിന്റൺ പ്ലേയേഴ്സ്. ഒരാണിങ്ങനെ ലീഗിന്റെ ഒരു കൺസെപ്റ്റായിട്ട് ഇങ്ങനെ വന്ന് നമ്മളായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവര് ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ വന്ന് ഇത്രയും വലിയൊരു ലീഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് IPL മോഡലിൽ നിങ്ങളൊരു ബാഡ്മിന്റൺ ലീഗ് ഇപ്പൊ രണ്ടാമത്തെ സീസൺ ജസ്റ്റ് കഴിഞ്ഞു. സെക്കൻഡ് എഡിഷൻ ഞായറാഴ്ച കഴിഞ്ഞു. അതായത് അവിടെ വരാപ്പുഴയുള്ള UBC എന്ന് പറഞ്ഞൊരു ടീം കപ്പടിക്കുകയും ചെയ്തു. ഇത് അനൗൺസ് ചെയ്തതിന്റെ 15 മണിക്കൂർ കൊണ്ട് നമുക്ക് 250ഓളം പ്ലേയേഴ്സ് രജിസ്റ്റർ ചെയ്തു. വേറെ ലെവലായിരുന്നല്ലേ? ഗൂഗിൾ പേ നമ്പർ ആയിരുന്നു കൊടുത്തിരുന്നത്. ആ ഗൂഗിൾ പേ ഒരു 50,000 ആയപ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ ഫീസ് ഇട്ട് അവർ ബ്ലോക്ക് ചെയ്തു. പല കാറ്റഗറി ആയിട്ട് നടത്തുന്നത്. അതായത് ഏജ് കാറ്റഗറി 40, 45, 50, ഒരു പ്രൊഫഷണൽ കാറ്റഗറി, ഒരു ബിഗിനേഴ്സ് ലെവല്, ഒരു ഇന്റർമീഡിയറ്റ് ലെവല്, അങ്ങനെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമിനോടുള്ള പാഷൻ കൊണ്ട് അതിനുവേണ്ടി എന്തും ചെയ്യുന്ന വരെ എത്തിയില്ലേ? ഇവിടം വരെ. അതെ 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 അതെ. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ചിട്ട് സ്പോർട്സ് മിനിസ്ട്രിയുടെ അധികാരികളൊക്കെ ആക്കണമെന്നല്ലേ? വലിയൊരു
കൈയടി. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണ്, കൈ കഴുകി. കാരണം ജോയ്സ് ജംഗ്ഷന്റെ ടൈമാണ് 2 മണിക്ക് ശേഷം. നാളെ സന്ധിക്കും വരെ വണക്കം മച്ചി. ടൈം പാസിലൊക്കെ ഇവിടെ ഞാനാണ് നീന. ഇത് റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും ബാട്ടായി.